വിക്കി ഭാസ്കർ പറഞ്ഞു സോറി സാർ, ഞാൻ അബദ്ധം വെച്ചാൽ അങ്ങനെ ഒന്ന് കാട്ടിയതെന്ന് നമ്മുടെ അടൂലിനോട് നമ്മളെ വിക്കി ഭാസ്കർ തന്നെ പറഞ്ഞു. ഇത് നമ്മളെ ഹ്യൂഗോ പറഞ്ഞു ക്ഷമിച്ചേക്ക്, കുട്ടികളല്ലേ എന്ന് നമ്മളെ ഹ്യൂഗോവും പറഞ്ഞു. പക്ഷേ ഇവിടെ നടന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ അവിടെ ആർക്കും ഒരു ഇതുണ്ടായില്ല. കാരണം അവളെ കാര്യത്തിൽ തന്നെ ഏകദേശം പൊക്കെ ചെയ്തു. അവൾ പറഞ്ഞു നീ ഇത് ഓർത്ത് വെച്ചോ, നിനക്കുള്ള ശിക്ഷ ഞാൻ തരുവിടായിരുന്നു. പിന്നെ അവിടെ നമ്മൾക്ക് അടിക്കുന്നത് ഡുവൽ നടക്കുകയാണ്. കാരണം ഞാൻ ഒരു ഇവൻറ്റിനെ പറ്റി പറഞ്ഞില്ലേ, അത് നടക്കുന്ന ദിവസമാണെന്ന്. അഥവാ ബാസ്കർവില്ല ഫാമിലിയും മോർക്ക് ഫാമിലിയും തമ്മിൽ ഒരു ഡുവൽ. അപ്പോൾ മോർക്ക് ഫാമിലി പറഞ്ഞാൽ മേജിക് ഉപയോഗിക്കുന്ന ഫാമിലിയാണ്, മേജിക്സ് ആണ്. നമ്മളെ ബാസ്കർവില്ല പറഞ്ഞാൽ സ്പോർട്സ് ഫാമിലിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഡുവൽ. അതിൽ നമ്മളെ ഇപ്പോൾ ജീനിയസസ് ആയ രണ്ട് ഫാമിലിയിൽ ജീനിയസായ വിക്കി ഭാസ്കറും അതേമാതിരി കേംസും ഉണ്ട്. കേംസ് ആണെങ്കിൽ ഒറ്റ ടേക്കിൽ 4 കാസ്റ്റേഴ്സ് എടുക്കുന്നത്. കാരണം മേജിക്ക് 4 കാസ്റ്റേഴ്സ് ഇതാണ്ട് നമ്മൾ നടനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ നമ്മൾ നടനാണെങ്കിലോ ഒക്കെ ഡോട്ട് ചെയ്തു. ഇത് കണ്ട എല്ലാവരും എന്തുമുട്ടു. കാരണം ഒരു 4 ടെക്നിക്ക് ഒപ്പം കാസ്റ്റ് ചെയ്യാൻ അത്ര നിസ്സാരമായ കാര്യമില്ല, അത്ര ഹാർഡ് വർക്കാണ്. അതുപോരാത്തിന് അവൻ്റെ മുന്നിലേക്ക് ഒരു വാളും വെച്ചു. നമ്മൾ നടന വാൾ കൈ കൊണ്ട് അടിച്ചു പൊട്ടിച്ചാണ്ട് കയറിന് ചെന്ന് അങ്ങോട്ട്. ഇത് കണ്ടത് നമ്മളെ കേംസ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അവൾ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇത് ബാസ്കർവില്ലയിലെ റിവറിൻ്റെ പവറാണ്. പക്ഷെ നമ്മൾ നടൻ അവളെ അടുത്ത് നിന്നാണ്ട് അവിടെ നെറ്റിക്ക് ഒരു അടിയാണ് കൊടുത്തു. അത് കിട്ടിയത് അവളെ തെറിച്ച് പോയി വീണു. എന്നിട്ട് നമ്മൾ നടൻ പറയുന്നുണ്ട് ഞാൻ കരുതുന്നു നീ ഇത് കൊണ്ട് നിർത്തുമെന്ന്. അപ്പോൾ തന്നെ നമ്മളെ നടൻ അവളെ കളിയാക്കണമൊക്കെ ഉണ്ട്, കുറേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് അവൾ ഡബിൾ വാൾ പറഞ്ഞാണ്ട് ഒരു മേജിക് കാസ്റ്റ് ചെയ്തു. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇതിനെ കൊണ്ട് ഒരിക്കലും പൊട്ടിക്കാൻ അവരിടാറുണ്ട്, കാരണം അത് 2 വാളിൻ്റെ പവറാണ്. പക്ഷെ നമ്മൾ നടൻ എന്താട്ടി ഒറ്റ കുത്ത് അവൻ്റെ ഫിസ്റ്റ് കൊണ്ട്, എന്നിട്ട് അപ്പുറത്തേക്ക് അവൻ്റെ കൈ എത്തിയാണ്ട് ഒറ്റ അടി അവളെ നെറ്റിക്ക് രണ്ടാമത്തത്. അപ്പം തന്നെ അവളെ ഫയർ മാജിക് ഉപയോഗിച്ച്. പക്ഷെ നമ്മൾ നടൻ അതൊന്നും ഡോഡ് ചെയ്തു. അപ്പോൾ തന്നെ അവൾ തണ്ടർ മാജിക് ഉപയോഗിച്ചു, അതും നമ്മൾ നടൻ ഡോഡ് ചെയ്തു. നമ്മളെ നടൻ അവൾ ചെയ്യണ എല്ലാ മാജിക്കും ഡോഡ് ചെയ്യാണ്. അപ്പം തന്നെ അവൾ പറഞ്ഞു നീ എത്ര ദൂരം മണ്ടും, ഇപ്പോഴെങ്കിലും എൻ്റെ അടുത്തേക്ക് പോവാ, ഞാൻ നിന്നെ തീർത്ത് തരാമെന്ന് അവൾ നമ്മളെ നടനെ അത് നേരിട്ട് ചോദിക്കുകയാണ്. നമ്മളെ നടൻ ഇങ്ങനെ മനസ്സിൽ ചെയ്തിട്ടുണ്ട് കയറി ചെന്ന് തീർത്താലോ എന്ന്. അപ്പോഴാണ് നമ്മൾ നടൻ ശ്രദ്ധിക്കുന്നത് അപ്പുറത്ത് ഇറക്കണ ഫ്ലൈറ്റ്. അപ്പുറത്ത് നമ്മളെ ഒരു ബാസ്കർവില്ല ഫാമിലിയിലത്തെ ഒരു മെമ്പറും അതേമാതിരി മോർക്ക് ഫാമിലിയിലത്തെ ഒരു മെമ്പറും തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. മോർക്ക് ഫാമിലിയിലത്തെ മെമ്പർ ചെയ്യുന്ന എല്ലാ മേജിക്കും നമ്മൾ ബാസ്കർവില്ലത്തെ ഫാമിലിയിലത്തെ മാനെ സ്ലാഷ് ചെയ്ത് കളയാണ്. അപ്പോഴാണ് മോർക്ക് ഫാമിലിയിലത്തെ ഒരു വ്യക്തി നല്ല പവർഫുള്ളായിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് ഒരു കാസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ നായകനാണെങ്കിൽ അത് കണ്ടു അവിടേക്ക് വളർന്നു കൊണ്ടുപോയി നായകനെ ഡോഡ്ജൻ ചെയ്ത്. ഇത് കണ്ടതും അഡോളിൻ്റെയും ഹ്യൂഗോൻ്റെയും കണ്ണ് തള്ളിപ്പോയി. അത്ര വലിയൊരു പവർഫുൾ അറ്റാക്കാണ് ആ ചെറുക്കൻ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത്. ഇവിടെ അത് നേരെ വന്നത് തട്ടിയതോ നമ്മളെ ക്യാമ്പസിൻ്റെ മേത്തേക്കും. ക്യാമ്പസിൻ്റെ ഡ്രസ്സൊക്കെ കരിഞ്ഞു പോയി ആ ടൈമിൽ. അത് അവിടെ ആണെങ്കിൽ ആകെ ഫോഗാണ്. അപ്പോൾ തന്നെ നമ്മളെ നടൻ വന്നുകൊണ്ട് അവൾക്ക് അവൻ്റെ ഡ്രസ്സ് വരാണ്ട് അത് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മളെ ക്യാമ്പസ് വരണ്ടി ഈ ഇഡിയറ്റ് എന്താ കാട്ടുന്നത് നമ്മളെ ക്യാമ്പസ് നമ്മളെ ഇങ്ങനെ മനസ്സിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടൻ പറഞ്ഞു അപ്പോൾ തന്നെ EMS അറിയുന്നുണ്ട് അപ്പോൾ നീ എക്സ്പോസ് ആവില്ല ചോദിച്ചു. അപ്പോൾ തന്നെ നമ്മൾ നടൻ പറഞ്ഞു എനിക്കത് പ്രശ്നമല്ല. നമ്മൾ നടന് ബോഡിയാണെങ്കിൽ ഫുള്ള് മറ്റേ സ്റ്റീൽ വാട്ടറിൽ കിടന്നിട്ട് ഫുള്ള് സെറ്റായി കിടക്കുകയാണ്. ഈ അവിടുന്ന് ഫോഗ് മാറിയപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ എല്ലാവരും കാണുകയാണ് നമ്മുടെ നടന് ഹീറോ നിൽക്കുന്ന ദൃശ്യം. എല്ലാവരും നമ്മുടെ ഹീറോൻ്റെ മസിൽസ് അതേമാതിരി സിക്സ് പാക്ക് ഒക്കെ അന്തം വിട്ടു. പോരാത്തിന് അവൻ്റെ നോട്ടുണ്ട്. പിന്നെ നമുക്ക് സീൻ കാട്ടി തന്നെ സീൻ്റെ തുടക്കത്തിൽ ഹ്യൂഗോയും വിക്കി ഭാസ്കറും നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഹ്യൂഗോ വിക്കി ഭാസ്കറിനോട് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഞ്ചുറി എന്നൊക്കെ. നമ്മൾ വിക്കി ഭാസ്കർ അന്തമുട്ട് കാരണം ഇയാൾക്ക് ഇങ്ങനെ സ്വഭാവമില്ലാരും വിക്കി ഭാസ്കറിന് അറിയില്ല എത്ര കെയറിങ് ആണെന്ന്. അതിൻ്റെ ഇടയിൽ ഹ്യൂഗോ ചോദിക്കുന്നുണ്ട് നിൻ്റെ അഭിപ്രായം എന്താ റൂബി മൈൻസ് അവർക്ക് വിട്ടുകൊടുക്കുന്നതിലെന്ന് നമ്മളെ ഹ്യൂഗോ വിക്കി ഭാസ്കറിനോട് ചോദിച്ചപ്പോൾ വിക്കി ഭാസ്കർ അവർക്ക് വിട്ടുകൊടുത്താലേ നമുക്ക് നമ്മളെ ടെറിട്ടറി ഗ്രോ ചെയ്യാൻ പറ്റുക. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ ഹ്യൂഗോ പറയുന്നുണ്ട് നീ എൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് നീയും ഇതാക്കിയതെന്ന് അയാൾ പറയുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മൾ മോസ്റ്റ് ക്ലാനിലെ ലീഡറിനെ കാണുന്നത്. അഡോളിയും പറയാണ് വേറൊരു മാർഗ്ഗമുണ്ട് നമുക്ക് റൂബി മൈൻസ് 2 പേർക്കും ഒരുപോലെ എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹ്യൂഗോ പറയാണ് എന്താണ് നിങ്ങളുടെ മാർഗ്ഗം എന്ന് ചോദിച്ചു. അത് വേറൊന്നുമല്ല എൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടറിനെയും അതേമാതിരി ഞങ്ങളുടെ എൽഡസ്റ്റ് സണ്ണാണ് KMS, അതുപോലെ നിങ്ങളുടെ എൽഡസ്റ്റ് സണ്ണിനെയും എൻഗേജ് ചെയ്താൽ മതിയെന്ന് നമ്മളെ അഡോളിയും പറഞ്ഞു ഹ്യൂഗോനോട്. പക്ഷേ നമ്മുടെ KMSൻ്റെ ഫുള്ള് കണ്ണ് നമ്മുടെ ഹീറോൻ്റെ അടുത്താണ്, വിക്കി ഭാസ്കറിൻ്റെ അടുത്ത്. അതുകൊണ്ട് വിക്കി ഭാസ്കർ ഓക്കെ എന്ന് പറയുന്ന ഒരു സീനോടാണ് ഇത് കഴിയണത്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ വീഡിയോ.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ലോക്കിസത്തിനെ പറ്റിയാണ്ട് ചിന്തിച്ച് കൊണ്ട് എല്ലാവരും മറുപടിയൊക്കെ പറയാം. നമ്മൾ ലോക്കിസം ചെയ്യുമ്പോൾ ഇതുപോലെ അപ്പ ജുപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചെയ്യുക, നല്ല ക്ലിയർ ആയിട്ട് ചെയ്യും. അപ്പോൾ ഗുഡ് ബൈ.